ഹായ്, അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും മനസ്സിലായി കാണും എവിടെയാണെന്ന്. നമ്മളിന്നൊരു ഷോർട്ട് ട്രിപ്പ് പോവാം. ഷോർട്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പോകുന്നത് ഇത്ര ദൂരമൊന്നുമല്ല, ഒരു 16 കിലോമീറ്റർ അകലെ അടവി കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിലേക്ക്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഒരു 1 ഡേ ട്രിപ്പിന് ഇറങ്ങിയതാണ്. 1 ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ കൂന്നിലെ ആനക്കൂടും പിന്നെ കുട്ടവഞ്ചിയിലൊക്കെ ഒന്ന് കയറി ഇറങ്ങിപ്പോകാമെന്ന് കരുതി. ഞാനിവിടെ നേരത്തെ 1-2 തവണ വന്നിട്ടുണ്ട്. അപ്പം ആൻറ്റി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കി എല്ലാവരും ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്. ഞങ്ങളിപ്പം ബസ്സിനാണ് വന്നത്. ബസ്സിന് വന്ന് അവിടെ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ടൊന്ന് നടക്കണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു. ഇതാണ് ഇവിടെ എൻട്രൻസ്. വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടവി ബൗൾ ബോട്ട് സെൻറ്റർ, കൂന്നി ഇക്കോ ടൂറിസം. അപ്പം നമ്മൾ വന്ന ടൈമെന്ന് പറഞ്ഞാൽ ഒരു 1:30 ടൈമിലാണ് വന്നത്. അപ്പം ലഞ്ച് ബ്രേക്കാണ്. ലഞ്ച് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ ടിക്കറ്റ് എടുക്കാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഒരു സൈഡിൽ അവർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, പല വെറൈറ്റി ചെടികൾ. ഇതിനുള്ളിലാണെങ്കിൽ ഈ മുള കൊണ്ടുള്ള ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമാണ്. കുറേ സ്പോട്ടുണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ ഇവർക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ലഞ്ചുണ്ട്. ലഞ്ച് കിട്ടും, സ്നാക്സ്, ഡ്രിങ്ക്സ് എല്ലാം കിട്ടും. നമ്മൾ പക്ഷേ പുറത്തുനിന്ന് കഴിച്ചിട്ട് വന്നുകൊണ്ട് നമുക്കതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. നമ്മൾ അറിഞ്ഞില്ല ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ ടിക്കറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടയ്ക്ക് 500 രൂപ. 500 രൂപയാകുമ്പം 4 പേരും പിന്നെ ഒരു കുട്ടി. അങ്ങനെ നമ്മൾ 30 മിനിറ്റ് പോകാൻ പറ്റും. നമ്മളങ്ങനെ 2 ടിക്കറ്റാണ് എടുത്തത്. ഇൻ കേസ് അത് 1 അവറാണ് പോകുന്നതെങ്കിൽ 900 രൂപ. അപ്പം നമ്മൾ 8 പേരുള്ളതുകൊണ്ട് 2 ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ നടന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. കപ്പ, മീൻകറി, ബീഫ്, ചോറ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ നല്ല ചെടികൾ, ഒരു സൈഡിൽ നല്ല ഫുഡിൻ്റെ മണം. അപ്പോൾ എന്തായാലും ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് കുറച്ചങ്ങോട്ട് നടന്നു പോകണം. പിന്നെ ഈ തുഴയുന്ന ആൾക്കാരൊക്കെ ലഞ്ച് കഴിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. കുറേ ഫോട്ടോസൊക്കെ എടുക്കാമെന്നൊക്കെ കരുതി. കണ്ടോ, ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളി സ്ഥലമുണ്ട്. ഊഞ്ഞാലുണ്ട്, ഇരിക്കാനൊക്കെ സ്ഥലങ്ങളുണ്ട്. ഇതാണ് കുട്ടവഞ്ചി കേട്ടോ. എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയാണ്. കുറേ കുട്ടവഞ്ചികളൊക്കെ ഉണ്ട്. ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ നിന്നും ഊഞ്ഞാലിലിരുന്നും ഒക്കെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാനാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് അടവി എന്ന് പറയുന്നത്. കല്ലാർ നദിയുടെ തീരത്താണ് ഇത് നമുക്കൊരു കുട്ടവഞ്ചി സവാരി ഒരുക്കി വെച്ചിരിക്കുന്നത്. കല്ലാർ നദിയിലാണ് ഈ ഇരിക്കുന്നതൊക്കെയാണ് കുട്ടവഞ്ചി എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ വട്ടത്തോണി എന്നും പറയും കേട്ടോ. വട്ടത്തോണി എന്ന് വെച്ചാൽ 4 പേർക്കൊക്കെ അതിനകത്ത് ഈസി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഒരു തുഴ വെച്ച് തുഴയാം. അല്ലാതെ വള്ളത്തിലും ബോട്ടിലൊക്കെ പോലെ 2 സൈഡിലൊക്കെ ഇരുന്ന് തുഴയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു തുഴ വെച്ച് ഒരാൾ തുഴയും. പിന്നെ ഈ ബ്ലാക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിപ്പം മുളയെ കീറിയായതുണ്ടാക്കുന്നത്. അപ്പം മടിയിൽ നിന്ന് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്യും. ഇത് കാണുന്ന പോലെയൊന്നുമല്ല, വലിയ വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഒരാൾക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ കുട്ടവഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം അവിടെ ഇരുന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നടന്നു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ അവിടുത്തെ പ്ലേസ് എല്ലാം. പിള്ളേരെയൊക്കെ കൊണ്ടുവന്നാൽ നമുക്കവരെ ഫ്രീ ആയിട്ടൊക്കെ വിടാനൊക്കെ പറ്റും. പിന്നെ ഞങ്ങൾ ഇവിടെ മുളയും കൊണ്ട് ഇരിക്കാനൊക്കെ ഉള്ള സ്പേസൊക്കെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ കുട്ടവഞ്ചി സവാരി നടത്തുന്നത്. ഈ കുട്ടകളൊക്കെ അതിന് വേണ്ടിയിട്ട് റെഡിയായി കിടക്കുകയാണ്. ഇതാണ് കല്ലാർ നദി. കല്ലാർ നദി എന്ന് പറയുമ്പം അച്ചൻകോവിലാറിൻ്റെ ഒരു കൈവഴിയായി കല്ലാർ നദി എന്ന് പറയുന്നത്. ഈ നദിക്കൊരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി ഉരുളൻ കല്ലുകൊണ്ട് കവിത എഴുതിയ കല്ലാർ എന്നൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാണ് കുട്ടവഞ്ചി കേട്ടോ. 4 പേർക്ക് ഇരിക്കാൻ പറ്റും. കണ്ടോ, 4 പേർക്കുള്ള കുഷ്യൻസ് ഉണ്ട്. പിന്നെ ഒരാൾക്ക് തുഴയുന്നതിന് വേണ്ടിയിട്ടുള്ളതും ഉണ്ട്. കാണുന്നത് പോലെ നല്ല വലിയ വെയിറ്റ് ഒന്നുമില്ല. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. 4 പേർക്കൊക്കെ നല്ല സുഖമായിട്ടിരിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ കുറേ നേരം ആ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അത് കഴിയുമ്പോഴത്തേക്കിന് അവർ വന്നു കേട്ടോ. ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് ജാക്കറ്റൊക്കെ തന്നു. കേശുവിനൊരു കുട്ടി ജാക്കറ്റൊക്കെ തന്നു. എല്ലാം നമ്മളെ ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ സെറ്റാവുകയാണ്. ഇതിൽ നമുക്ക് കയറാൻ വേണ്ടിയിട്ട് അവർ മുളം കൊണ്ടൊരു പ്ലാറ്റ്ഫോമൊക്കെ അവിടെ പണിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. വഞ്ചി കയറാനുള്ള ഈസി ആയിട്ട് കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനകത്ത് കയറുന്നതും ഇറങ്ങുന്നതും ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ഒത്തിരി പാടാണ്. ബാലൻസ് ചെയ്തൊക്കെ കയറണം. പിന്നെ ഞാനും കുഞ്ഞമ്മയും ആൻറ്റി, ചിന്നു, കേശു ഞങ്ങളൊരു വഞ്ചിയിൽ കയറി. അവർ 4 പേരും മറ്റൊരു വഞ്ചിയിൽ കയറി. അപ്പം നമ്മളങ്ങനെ കാടിനെക്കുറിച്ചും കാടിൻ്റെ ഭംഗിയും
പുഴയും പുഴയുടെ ഭംഗിയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ സവാരി തുടങ്ങി. അപ്പോൾ നമ്മൾ വന്നത് ഒരു 1:30 സമയത്താണെങ്കിലും ഇതിനുള്ളിൽ കയറിയപ്പോൾ ഒരു 2:15 ആയിട്ടുണ്ട്. എന്ന് വെച്ചാൽ വെയിലുണ്ടെന്നർത്ഥം. നിങ്ങൾ വരുമ്പോൾ എന്തായാലും ഒരു ഉച്ചയൊക്കെ ഒരു ഈവനിങ് ടൈമിലോ മോർണിംഗ് ടൈമിലോ ഒക്കെ വരണം. അപ്പോൾ ഒരു 8:30 മുതൽ 6 മണി വരെയൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ വെയിലുണ്ടെങ്കിലും അധികം ചൂടറിയുന്നില്ല കേട്ടോ. 2 സൈഡിലും നല്ല മരങ്ങളുണ്ട്, കാടല്ലേ, അപ്പം നല്ല അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് വലിയ ചൂടറിയുന്നില്ല. എന്തായാലും അടിപൊളിയാണ് അതിനകത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അടങ്ങിയിരിക്കണം കേട്ടോ. കേശുവിന് അതുകൊണ്ടായിരിക്കണം വലിയ താല്പര്യവും വലിയ സന്തോഷമൊന്നും അവൻ്റെ മുഖത്ത് കാണുന്നില്ല. കാരണം നമ്മളിങ്ങനെ അടങ്ങിയിരിക്കണ്ടേ, 4 പേരും ഇരിക്കുന്നവരെല്ലാവരും അടങ്ങിയിരിക്കണം. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പണി കിട്ടും കേട്ടോ. അപ്പം ഇനിയാണ് കേട്ടോ ഇതിൻ്റെ ഹൈലൈറ്റ്. എന്താണെന്നറിയാമോ? ഈ കാണുന്നത്. അവർ നമ്മളെ തുടങ്ങി എൻഡ് പോയിൻ്റ് എത്തുമ്പോഴത്തേക്കും നമ്മളോട് ചോദിക്കും കറക്കണമെന്ന് ചോദിക്കും. ഇതാണ് അവർ കറക്കുന്നത്. നമ്മൾ കുട്ടവഞ്ചി നമ്മളെയും കൂടെ കറക്കിക്കളയും. അടിപൊളിയാണ് കേട്ടോ. അവരെങ്ങനെ കറങ്ങുകയാണ്. കറക്കണ്ടെന്ന് പറഞ്ഞാൽ കറക്കത്തില്ല കേട്ടോ. ഞങ്ങളും കറങ്ങി, തലയും കൂടെ കറങ്ങും. അതുപോലെ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണത്. അവർ ചോദിക്കും പക്ഷേ കറക്കണോ വേണ്ടയോ എന്ന് ചോദിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ കറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളവിടെ ഇങ്ങനെ റെസ്റ്റ് എടുത്തു. കുറേ അവർ ഗൈഡിനെ പോലെ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. ഇൻസ്ട്രക്ഷൻസൊക്കെ പോലെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയൊക്കെ തരും. കേശു അവൻ നല്ല മൂഡിലല്ല കേട്ടോ. അവൻ എങ്ങനെയെങ്കിലും ഇതിനകത്തൊന്നും ഇറങ്ങിയാൽ മതി. വന്നപ്പം വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അത് ചിലപ്പം വന്ന ടൈമിൻ്റെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടവഞ്ചി അങ്ങോട്ട് പോകുന്നു. കുറേ പേരൊക്കെ അവിടെ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. കുട്ടികളൊക്കെ ഉണ്ട്. അപ്പം നമ്മളങ്ങനെ നമ്മുടെ സവാരിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അവരും കൂടെ ഒക്കെ ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പം നിങ്ങൾ പത്തനംതിട്ടയിൽ വരുവാണെങ്കിൽ ഇവിടെ വരാൻ മിസ് ചെയ്യരുത് കേട്ടോ. ഇപ്പോൾ കോന്നി ആനക്കൂടും കുട്ടവഞ്ചി സവാരിയൊന്നും മിസ് ചെയ്യാൻ പാടില്ല. പിന്നെ വനശ്രീയുടെ ഒരു സ്റ്റോറുണ്ട് അവിടെ കാട്ടുവിഭവങ്ങളുണ്ടല്ലോ. ഈ തേൻ, ചെറുതേൻ, വൻതേൻ, പുളി, ചന്ദനം, കസ്തൂരി മഞ്ഞൾ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അവരവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ബോർഡിലുണ്ട്. ഞങ്ങളൊന്നും വാങ്ങിയൊന്നുമില്ല, പുൽത്തൈലങ്ങൾ. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ഇവിടെ നിന്നത് വാങ്ങണം കേട്ടോ. പിന്നെന്താണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു.